ഗെറ്റ് പ്ലെൻറ്റി ഓഫ് സ്ലീപ്പ്. ആഹാ, പരീക്ഷ സമയത്താണോ ഉറങ്ങാൻ പറയുന്നത്? ആണ്, പരീക്ഷ സമയത്ത് നല്ല ഉറക്കം വേണം. പക്ഷെ നമ്മളെല്ലാവരും ഇതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുന്നവരാണ്. പരീക്ഷയാകുമ്പോൾ ഉറക്കളച്ചിരുന്ന് അങ്ങോട്ട് പഠിത്തവും ബഹളവും. എന്താ പ്രശ്നമെന്നറിയാമോ? നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ നമുക്ക് എക്സാമിന് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഇത് സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കണ്ടേ? പലപ്പോഴും നമ്മൾ പഠിക്കുന്നത് പരീക്ഷയ്ക്ക് നമുക്ക് ഓർത്തെഴുതാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ മെമ്മറിയിലോട്ട് ഇത് പോയിട്ടില്ല. അതായത് ലോങ് ടേം മെമ്മറിയിലോട്ട് പോയിട്ടില്ല. നമുക്ക് ഷോർട്ട് ടേം മെമ്മറിയിൽ ഇരുന്നാൽ കൃത്യമായിട്ട് ഓർക്കാൻ പറ്റത്തില്ല. ലോങ് ടേം മെമ്മറിയിലേക്ക് പോകണം. ലോങ് ടേം മെമ്മറിയിലേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല ഉറക്കം. ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ബ്രെയിൻ ഇത് അടുക്കി വെക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മളൊരു 6 മണിക്കൂറെങ്കിലും ബാലൻസ്ഡ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉറക്കം വേണം. ചിലരങ്ങനെ ഒന്ന് കിടക്കും, ക്ഷീണം മാറ്റും, ചാടി എഴുന്നേക്കും, പിന്നെയും പഠിക്കും, പിന്നെയും 2 മണിക്കൂർ ഉറങ്ങും. അത് നല്ലതല്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള 6 മണിക്കൂറത്തെ ഉറക്കത്തിലാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ബ്രെയിന് അടുക്കി പറക്കി ചിട്ടയോടെ വെക്കാനുള്ള സമയം കിട്ടുന്നത്. അങ്ങനെ മാത്രമേ നമ്മുടെ ലോങ് ടേം മെമ്മറിയിലോട്ട് പോകൂ. പിന്നെ റെപ്പിറ്റീഷൻ, ഇന്ന് പഠിച്ചത് നാളെയും ഒന്നുകൂടെ നോക്കണം, മറ്റന്നാളും ഒന്നുകൂടെ നോക്കണം. ഫുള്ളായിട്ടല്ല, അതിനാണ് നമ്മൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്നത്. ഈ ഷോർട്ട് നോട്ടുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഇത് രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ നമ്മൾ പഠിക്കുന്നതൊക്കെ നമുക്ക് നന്നായിട്ട് പരീക്ഷയ്ക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഹാവ് പ്ലെൻറ്റി ഓഫ് സ്ലീപ്പ്. നന്നായിട്ട് ഉറങ്ങുക.